ഹരേ കൃഷ്ണ. നമ്മളിനി 23-ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടക്കുന്നത്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഈ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ പാദത്തിൽ ചില ഗ്രന്ഥങ്ങളിൽ ഒരു പദഭേദം കാണാറുണ്ട്. വിശ്വാധാരം എന്ന് കാണാറുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ വിശ്വാകാരം എന്ന് കാണാറുണ്ട്. രണ്ടും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് ശരി തന്നെയാണ്. ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. ശാന്താകാരം, ശാന്തമായ ആകാരത്തോടു കൂടിയവനും. ഭുജഗശയനം, ഭുജകം എന്ന് പറഞ്ഞാൽ സർപ്പം, ഭുജഗശയനം എന്ന് പറഞ്ഞാൽ സർപ്പശായിയായിട്ടുള്ള. പത്മനാഭം, നാഭിയിൽ നിന്നും ഉയർന്നു വന്ന പത്മത്തോടു കൂടിയ. സുരേശം, സുരന്മാരുടെ ദേവന്മാരുടെ ഈശനായിട്ടുള്ള. വിശ്വാധാരം അല്ലെങ്കിൽ വിശ്വാകാരം, വിശ്വാകാരം എന്നാണ് എടുക്കുന്നതെങ്കിൽ ഈ വിശ്വം തന്നെ ആകാരമായിട്ടുള്ളവൻ, രൂപമായിട്ടുള്ളവൻ. ഇനി അതല്ല വിശ്വാധാരം എന്നാണ് എടുക്കുന്നതെങ്കിൽ ഈ സർവവിശ്വത്തിനും ആധാരമായിട്ടുള്ളവൻ. രണ്ടും ഭഗവാൻ തന്നെയാണ്. ആചാര്യന്മാർ പറയാറുണ്ട്, ഭഗവാൻ ഈ വിശ്വത്തെ സൃഷ്ടിക്കുകയായിരുന്നില്ല ചെയ്തത്, ഭഗവാൻ സ്വയം വിശ്വമായി മാറുകയായിരുന്നു എന്ന് പറയാറുണ്ട്. അഥവാ ഭഗവാന്റെ ഒരംശം തന്നെയാണ് ഈ വിശ്വം മുഴുവനും എന്ന് പറയാറുണ്ട്. അങ്ങനെ വന്നാൽ ഈ വിശ്വത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്നത് ഭഗവാനാണ്. ഇനി അതല്ല, വിശ്വം തന്നെ യാതൊന്നാണോ ആകാരമായി മാറിയത്, വിശ്വത്തിൻ്റെ ആകാരമെടുത്തത്, അതും ഭഗവാനാണ്. അപ്പോൾ രണ്ട് തരത്തിലും ശരിയാണ്. ഗഗന സദൃശം, ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിന് സദൃശം എന്ന് പറഞ്ഞാൽ തുല്യമായത്, അഥവാ സർവവ്യാപിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ആദിയും അന്തവും നിർണയിക്കുവാൻ ആകാത്തതായിട്ടുള്ളത്. മേഘവർണം, കാർമേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടിയവനും. ശുഭാംഗം, മംഗളത്തെ പ്രദാനം ചെയ്യുന്ന അവയവങ്ങളോട് കൂടിയവനും. ശുഭത്തെ അല്ലെങ്കിൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാന്റെ ഓരോരോ അംഗങ്ങളോട് കൂടിയവനുമായിട്ടുള്ള. ലക്ഷ്മീകാന്തം, ലക്ഷ്മി പതിയുമായിട്ടുള്ള. അപ്പോൾ ഐശ്വര്യം എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഐശ്വര്യം സ്വയം ഒരു രൂപമെടുത്ത് നമ്മൾ ലക്ഷ്മി ദേവി എന്ന് വിളിക്കുമ്പോൾ അതിനും പതിയായിട്ടിരിക്കുന്നതാരാണോ, നാഥനായിട്ടിരിക്കുന്നതാരാണോ, ആ ഭഗവാൻ. കമലനയനം, താമരയുടെ, കമലം എന്നാൽ താമര, താമരയുടെ ഇതള് പോലെയുള്ള നീളമുള്ള കണ്ണുകളോട് കൂടിയ. യോഗിഭി ധ്യാനഗമ്യം, യോഗിഭിഹി ധ്യാനഗമ്യം, രണ്ട് വാക്കുകളാണ് അവിടെ. യോഗിഭിഹി, യോഗികൾക്ക്. ധ്യാനഗമ്യം, ഈ യോഗികൾക്ക് പോലും, യോഗിമാർക്ക് കൂടിയും ധ്യാനത്തിൽ കൂടി മാത്രം അറിയാൻ സാധിക്കുന്നവനായിട്ടുള്ള. അവിടെയും ചില ഗ്രന്ഥങ്ങളിൽ ഒരു പദഭേദം കാണാവുന്നത് യോഗി ഹൃദ്ധ്യാനഗമ്യം എന്നും കാണാറുണ്ട്. അവരുടെ ഹൃദയത്തിൽ ധ്യാനം ചെയ്യുന്നതിലൂടെ മാത്രം പ്രാപിക്കുവാൻ കഴിയുന്നവനായിട്ടുള്ള. വന്ദേ വിഷ്ണു, വന്ദേ വന്ദിക്കുന്നു, വിഷ്ണു
അല്ലയോ ആ മഹാവിഷ്ണു ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. ഭവഭയഹരം. ഭവം എന്ന് പറഞ്ഞാൽ ഈ സംസാര സാഗരമാണ്. അതിനെക്കുറിച്ചുള്ള ഭയത്തെ ഹരിക്കുന്നവൻ, ഇല്ലാതെയാക്കുന്നവൻ. ഈ സംസാര സാഗരത്തിലെ ദുഃഖങ്ങളെ, സംസാര ചക്രത്തിലെ ഭയങ്ങളെ ഇല്ലാതെയാക്കുന്നവൻ. സർവലോകൈകനാഥം. സർവലോകങ്ങൾക്കും ഏകനാഥം, ഒരേയൊരു നാഥനായിരിക്കുന്നവനുമായിട്ടുള്ള ആ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ഞാൻ നമിക്കുന്നു, വന്ദിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശാന്തമായിട്ടുള്ള ആകാരത്തോടു കൂടിയവനും സർപ്പത്തിൻ്റെ മുകളിൽ ശയിക്കുന്നവനുമായിട്ടുള്ള നാഭിയില് താമരപ്പൂ ഉള്ളവനും സകല ദേവന്മാർക്കും ഈശനായി വർത്തിക്കുന്നവനും ആകാശം പോലെ സർവവ്യാപിയായ അഥവാ ആദ്യന്തരഹിതമായിട്ടുള്ളവനും കാർമേഘവർണ്ണത്തോടു കൂടിയവനും മംഗളകരങ്ങളായ അവയവങ്ങളോടു കൂടിയവനും അഥവാ മംഗളങ്ങളെ പ്രദാനം ചെയ്യുന്ന അവയവങ്ങളോട് കൂടിയവനുമായിട്ടുള്ള ലക്ഷ്മീപതിയായിട്ടുള്ള താമര ഇതൾ പോലെ മനോഹരങ്ങളായിട്ടുള്ള നേത്രങ്ങളോട് കൂടിയവനും സാക്ഷാൽ യോഗികൾക്ക് പോലും ധ്യാനത്തിലൂടെ മാത്രം പ്രാപിക്കുവാൻ കഴിയുന്നവനുമായിട്ടുള്ള ഈ സംസാര ഭയത്തെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള എല്ലാ ലോകങ്ങൾക്കും ഒരേയൊരു നാഥനായിരിക്കുന്നവനായിട്ടുള്ള ആ മഹാവിഷ്ണു ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. ഇനി 24-ാമത്തെ ശ്ലോകം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. മേഘശ്യാമം. മേഘത്തിൻ്റെ അല്ലെങ്കിൽ ഇരുണ്ട നീല മേഘവർണ്ണത്തോടു കൂടിയവനായിട്ടുള്ള പീതകൗശേയവാസം, മഞ്ഞപ്പട്ടണിഞ്ഞ് ശോഭിക്കുന്നവനായിട്ടുള്ള ശ്രീവത്സാംഗം, വക്ഷസ്സിൽ ശ്രീവത്സം എന്ന മറുക ധരിച്ചിരിക്കുന്നവനായ കൗസ്തുഭോദ്ഭാസിതാംഗം, കൗസ്തുഭ ഉദ്ഭാസിത അംഗം, ഇങ്ങനെ 3 വാക്കുകളാണ് അതിൽ വരുന്നത്. കൗസ്തുഭരത്നത്താൽ ഉദ്ഭാസിത എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള അംഗം, ഭഗവാന്റെ അംഗം അഥവാ ആ മാറിടത്തോടു കൂടിയവനായ പുണ്യോപേതം, പുണ്യം ചെയ്ത സുഹൃതികൾക്ക് മാത്രം എത്തിച്ചേരുവാൻ കഴിയുന്നതായിട്ടുള്ള പുണ്ടരീകായതാക്ഷം, പുണ്ടരീക ആയത അക്ഷം, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, ആയത എന്ന് പറഞ്ഞാൽ വലുത്, വലിയ കണ്ണുകളോട് കൂടിയ, എങ്ങനെ പുണ്ടരീക താമരപ്പൂ പോലെയുള്ള വലിയ കണ്ണുകളോട് കൂടിയ എന്ന് പറഞ്ഞാൽ വലുപ്പമുള്ള കണ്ണുകളോട് കൂടിയ വിഷ്ണും വന്ദേ, അങ്ങനെയുള്ള ആ വിഷ്ണുവിനെ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ വന്ദേ ഞാൻ വന്ദിക്കുന്നു. സർവലോകൈകനാഥം, സർവലോകങ്ങൾക്കും ഏകനാഥനായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മേഘത്തിൻ്റേതുപോലെ ശ്യാമവർണ്ണത്തോടു കൂടിയവനും മഞ്ഞ പട്ട് ധരിച്ചവനും ശ്രീവത്സം എന്ന് പറയുന്ന അടയാളത്തോടു കൂടിയവനും പിന്നെയോ കൗസ്തുഭമെന്ന രത്നം കൊണ്ട് പ്രശോഭിക്കുന്ന മാറിടത്തോടു കൂടിയവനും പുണ്യം തികഞ്ഞവനും താമര പോലെ വിശാലമായിട്ടുള്ള കണ്ണുകളോട് കൂടിയവനുമായ സർവലോകങ്ങൾക്കും ഏകനാഥനായിരിക്കുന്ന ആ ഭഗവാനെ, ആ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു. നോക്കൂ, ഇവിടെ ഈ 2 ശ്ലോകങ്ങളും അവസാനിപ്പിക്കുന്നിടത്ത് വ്യാസഭഗവാൻ പറഞ്ഞത് സർവലോകൈകനാഥം, ഈ സർവലോകങ്ങൾക്കും ഏകനായ ഒരേയൊരു നാഥനായിരിക്കുന്നവൻ.
നമുക്ക് നാരായണീയത്തിൽ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇതുപോലെ ഒരു പദപ്രയോഗം നടത്തുന്നുണ്ട്. രുക്മിണി ദേവി ബ്രാഹ്മണൻ്റെ കൈവശം ആ ഒരു ലേഖനം ഭഗവാനായി കൊടുത്തുവിടുന്ന സമയത്ത് അതിൽ ഭഗവാനെ സംബോധന ചെയ്യുന്നത് രുക്മിണി ദേവി ജഗദേകപതേ എന്നാണ്. ഈ ജഗത്തിന് മുഴുവൻ ഒരേ ഒരു പതിയായിട്ടുള്ളവനെ അങ്ങ് എനിക്കും പതിയായി ഭവിക്കണമേ. നമ്മളുമൊക്കെ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. ഈ ജഗത്തിന് മുഴുവൻ പതിയായിട്ടുള്ള നാഥനായിട്ടുള്ള ആ ഭഗവാൻ നമുക്കും നാഥനായി പതിയായി ഭവിക്കണമേ. ആ ഗോകുലത്തിലെ ഓരോ ഗോപസ്ത്രീയും ആഗ്രഹിച്ചിരുന്നതും ഇത് തന്നെയാണ്. ആ ഭഗവാനെ എൻ്റെ പതിയായി കിട്ടണമേ. നോക്കൂ, അവർ ലൗകികമായ ഭാവത്തിലല്ല ആ കൃഷ്ണനെ കണ്ടിരുന്നത്. അത്യുന്നതമായിട്ടുള്ള ആത്മീയമായ തലങ്ങളിലായിരുന്നു ഭഗവാനെ കണ്ടിരുന്നത്, അവരനുഭവിച്ചിരുന്നത്, അറിഞ്ഞിരുന്നത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ രാസലീലയ്ക്ക് ഒരു ലൗകികമായ ഭാവം അബദ്ധവശാൽ കൽപ്പിക്കപ്പെടുമ്പോഴും അറിയാതെ പോകുന്ന ഒരു സത്യമാണ് അത്. ലൗകികമായ തലമല്ല, അതിനും എത്രയോ എത്രയോ മേലെ അത് അത്യുന്നതമായ ഒരു ഭാവമാണ് അവിടെ ആ ഗോപസ്ത്രീകൾ കാഴ്ചവെക്കുന്നത്. അല്ലെങ്കിൽ ആ ഗോപസ്ത്രീകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഈ ഒരു പതിയേ ഉള്ളൂ ഇവിടെ, ഇതൊന്നേ ഉള്ളൂ സർവരെയും രക്ഷിക്കുവാൻ. പതി എന്ന് പറഞ്ഞാൽ ഏത് അവസരത്തിലും കൈവിടാതെ കൂടെ നിൽക്കുന്നവൻ, അല്ലെങ്കിൽ കൈപിടിച്ച് കൂടെ നടക്കുന്നവൻ. ഇവിടെ ഭഗവാനാണ് ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും പതിയായിട്ടുള്ളവൻ, കൈവിടാത്തവൻ. ഏതൊരാപൽഘട്ടം വന്നാലും അവിടെയൊക്കെ ഭഗവാൻ കൈ തന്നു കൂടെയുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സർവലോകൈകനാഥം. ഇത് ഒരു ലോകത്തിലല്ല, ഈ ഭൂമിയിൽ മാത്രമല്ല, സർവലോകങ്ങൾക്കും ഏകനാഥനായിട്ടുള്ളവനാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ.